അപ്പൊ സന്തോഷ് പണ്ഡിറ്റ് അല്ലാതെ സമൂഹത്തിന് വേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാത്ത, പക്ഷെ സിനിമയിൽ പാവപ്പെട്ടവരെ സഹായിക്കുന്നുണ്ട്. അതെ, സൂപ്പർ താരങ്ങൾ, ഞാൻ സൂപ്പർ താരങ്ങൾക്ക് എതിരല്ല, പക്ഷെ ഞാൻ പറയുന്നു അവർ സിനിമയിൽ സഹായിക്കുന്നുണ്ട്. ഇതെന്താണ്, നിങ്ങൾ ഫാൻ ഫൈറ്റ് ഇതുവരെ കണ്ടില്ല? ഏതെങ്കിലും ഒരു സിനിമ ഇവിടെ ഇറങ്ങുമ്പോൾ നല്ല സിനിമയാണെങ്കിൽ പോലും മറ്റോന്റെ അതിൽ പോസ്റ്റർ, രണ്ടു തരം റിവ്യൂ കാര്യങ്ങളും വരും, പോസ്റ്റർ കീറുക, എന്തെല്ലാം കലാപരിപാടികൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പുറത്തൊരു മറുചോദ്യമില്ലേ? കാരണം ഇപ്പോൾ ഡ്രഗ്സ് ആണെങ്കിലും അല്ലെങ്കിൽ കഞ്ചാവാണെങ്കിലും മദ്യം മറ്റെന്താണെങ്കിലും എല്ലാ മേഖലകളിലും എല്ലാ ആളുകളും പലരും ഉപയോഗിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അത് സിനിമാക്കാരൻ നേരെ മാത്രം വിരലിച്ചു കൊണ്ടുവന്നത്, അല്ലെങ്കിൽ വിവാദം സിനിമാക്കാർ ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് ഇത്രയും വിവാദമാവുന്നത്? സന്തോഷേട്ട മലയാളിയാണോ? മലയാളി അല്ല, അല്ലല്ലോ. മസാല ഷോപ്പുകാരൻ ഇത് വിറ്റ് ജീവിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ സിനിമാക്കാർ കാലം വിറ്റ് ജീവിക്കുന്നു എന്ന പ്രശ്നമാണ് ഇവിടെ നാട്ടുകാരെങ്കിൽ ഈ ഡയലോഗ് നമ്മൾ ആരും പറയില്ല. നിങ്ങൾ വേറെ എന്തെങ്കിലും ചോദിക്കേ? ഇത്രയും ചോദ്യങ്ങൾക്ക് ഇത്രയും വലിയ ഉത്തരങ്ങളുള്ള സന്തോഷേട്ടൻ എങ്ങനെയാണ് പെട്ടെന്ന് ഈ ചോദ്യത്തിന് മാത്രം നിഷേധിക്കാൻ പറ്റുന്നത്? പെട്ടെന്ന് അല്ലല്ല, വേണ്ട, നമുക്ക് അടുത്ത ചോദ്യത്തിൽ കിടക്കാം. അതെന്തുകൊണ്ട് നിഷേധിക്കാൻ പറ്റുന്നത്? ഇത്രയും 2011 മലയാള സിനിമാ ചരിത്രത്തിലെ ഒരു നാഴികക്കൽ പിറവിയെടുത്തു. അതുവരെയുള്ള സിനിമാ സങ്കല്പങ്ങളെ രീതികളൊക്കെ പൊളിച്ചെഴുതിക്കൊണ്ട് ചെറിയ ബഡ്ജറ്റിൽ തന്നെ വലിയ സിനിമകൾ നിർമ്മിക്കാമെന്ന ഒരു അപ്രതീക്ഷിത കലാകാരന്റെ വരവോട് കൂടിയിട്ടാണ് ഇന്ന് അത്രയും കിടലൻ കക്ഷിയാണ് മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ അദ്ദേഹത്തിലൂടെ വിശേഷങ്ങളുമായി നമ്മുടെ ഒപ്പം ഉള്ളത്. ഹായ്, ഹലോ എവ്രിവൺ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ റോഹൻ ലോന. ഇന്ന് നമ്മുടെ ഒപ്പം കൂടിയുള്ളത് ആക്ടർ, റൈറ്റർ, ഡയറക്ടർ, മ്യൂസിക് ഡയറക്ടർ ആൻഡ് പ്രൊഡ്യൂസർ. എനിക്ക് തോന്നുന്നു വിശേഷങ്ങൾ പറഞ്ഞാൽ ഈ ഒരു എപ്പിസോഡിന്റെ പകുതി സമയം വരെ പോകാനുള്ള സാധ്യതയുള്ള അത്രയും കിടലൻ കക്ഷിയാണ് ശ്രീ സന്തോഷ് പണ്ഡിറ്റ്. നമസ്കാരം. നമസ്കാരം. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ സന്തോഷിന്റെ പേരിൽ എത്തനേക്കാളും മുമ്പുള്ള വിശേഷങ്ങൾ തന്നെ അത്യാവശ്യം സമയമെടുക്കും. കാരണം അത്രത്തോളം മേഖലയിൽ ഓൾറെഡി എത്തിക്കഴിഞ്ഞു അല്ലെ? ഒരു സിനിമ എടുത്തു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു വിശേഷണം ഉണ്ടാക്കണം എന്ന് കരുതി ചെയ്തതല്ല. വിഷയം സാമ്പത്തികമാണ്. കാരണം നമുക്ക് കൂടുതൽ പൈസ നമ്മൾ എത്രമാത്രം ചിലവാക്കുന്നു നിങ്ങൾക്കറിയാലോ. അത്രയും പൈസ നമുക്ക് തിരിച്ചു കിട്ടുക എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അപ്പം നിങ്ങൾ ഒരു സിനിമ, നിങ്ങളുടെ അടുത്ത് ഒരു സിനിമ 25 കോടി കളക്ട് ചെയ്തു എന്ന് പറയുമ്പോൾ ആ സിനിമയ്ക്ക് നിങ്ങൾ 30 കോടിയാണ് ചിലവാക്കിയതെങ്കിൽ നിങ്ങൾക്ക് 5 കോടി നഷ്ടമാണ്. ആരാധകർക്ക് ഇപ്പോൾ 25 കോടി 100 കോടി എന്നൊക്കെ പറഞ്ഞ് തള്ളി മറിക്കാം, അത് വേറെ വിഷയം. അതേപോലെ നിങ്ങൾ 5 കോടിക്കാണ് ചെയ്യുന്നതെങ്കിൽ അതൊരു വിജയമാണെങ്കിൽ 5 കോടി പ്ലസ് 1 രൂപ കിട്ടണ്ടേ? അതെ, അല്ല, സന്തോഷം വേണ്ടിയിട്ട് ചിന്തിച്ച കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പം മാക്സിമം നമ്മൾ ചിലവ് ചുരുക്കി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ഇപ്പം 5 ലക്ഷം ആണെങ്കിൽ 5 ലക്ഷത്തി 1 കിട്ടിയാൽ തന്നെ എനിക്ക് ലാഭമാണല്ലോ. അതെ, അല്ലാതെ ഞാനിത് ബോധപൂർവം എനിക്ക് കുറെ വിശേഷണം വരണം, എനിക്ക് ലോ റെക്കോർഡ് വരണം എന്ന് കരുതി ഞാൻ ചെയ്തതല്ല. അങ്ങനെ സത്യം പറഞ്ഞ ഒരു കാര്യം ഞാൻ ജീവിതത്തിൽ ചെയ്യാറില്ല. എനിക്ക് തോന്നി പരമാവധി വർക്കുകൾ നമ്മൾ തന്നെ ചെയ്യുക. അതിന് കുറേ ബുദ്ധിമുട്ടും ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ അത്യാവശ്യം ശാരീരികമായിട്ട് അത്ര മെച്ചല്ല. ഇതിൻ്റെ സൗണ്ട് പോയി, എനിക്ക് ജലദോഷം വന്നു കൊണ്ടു. ഞാൻ പിന്നെ നിങ്ങളോട് പറഞ്ഞൊരു വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ടാണ് ആതിരയുടെ മകൾ അഞ്ജലി സിനിമ നടക്കുന്നു. അപ്പോൾ ഷൂട്ടിൻ്റെ ലാസ്റ്റ് ഷൂട്ട് കഴിഞ്ഞിട്ടാണ് ഇപ്പം ഞാൻ അങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇപ്പം എനിക്ക് ഈ സൗണ്ട് പോയതിൻ്റെ ഒരു കാരണം ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഷൂട്ട് കഴിഞ്ഞ് വരുമ്പോഴേക്കും ഒരു 11 മണിയായി. സഹായിക്കാൻ ഒരാളുണ്ടായിരുന്നു, ഒരേ ആൾ. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ലേറ്റ് ആയില്ലേ, കുഴപ്പമില്ല, നീ വിട്ടോടാന്ന് പറഞ്ഞു. സന്തോഷ് സാർ, ഈ സാധനം എൻ്റെ വീട് ഒരു മലേൻ്റെ മുകളിലാണ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു, സാർ ഞാൻ വരാം, ഞാൻ കുഴപ്പമില്ല, വെറുതെ അവൻ്റെ ഓൾറെഡി 11 മണിയായില്ലേ, കുഴപ്പമില്ലായിരുന്നു. അപ്പം ഞാൻ എൻ്റെ കാറൊക്കെ വിട്ടിട്ടാണ് ചാരിറ്റി ചെയ്യുന്നത്, അതുകൊണ്ട് വണ്ടിയൊന്നുമില്ല. അല്ലെങ്കിൽ എൻ്റെ വണ്ടി തന്നെ അവിടെ വെച്ചാൽ മതി. ഇത് വിഷയം എൻ്റെ വണ്ടിയല്ല. അപ്പോൾ ഞാൻ പിടിച്ചിരിക്കുന്ന ടാക്സി ആയതുകൊണ്ട് ടാക്സിക്കാരനെ തിരിച്ചു പോയേ പറ്റും. അപ്പോൾ എല്ലാവരെയും പറഞ്ഞു വിട്ട്, ആകെ 15 ആളാണ്, 15 ആളെയും പറഞ്ഞു വിട്ട് അവസാനിക്കുന്ന ഈ കഥയിൽ സന്തോഷ് പണ്ഡിറ്റ് ഒറ്റയ്ക്കാണ്. രാത്രി 11 മണിയാണ്. അപ്പോൾ ഇത്രയും സാധനം എടുത്ത് ഈ ഒരു ഒരു മലേൻ്റെ മുകളിലാണ് വീട്. അപ്പോൾ അവിടേക്ക് വണ്ടി കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ലൈറ്റും ഇതെന്തോ വലിയ ഭീകരമായ സംഭവം എന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നാലും ഈ യൂണിറ്റിൻ്റെ മുഴുവൻ സാധനങ്ങളും ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് കയറ്റണം. അതേപോലെ കോസ്റ്റ്യൂംസ്, ക്യാമറ, 2 ക്യാമറ, അത് കോസ്റ്റ്യൂം, അതിൻ്റെ ബാക്കിയുള്ള പ്രൊഡക്ഷൻ യൂണിറ്റിലെ ആളുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ വിട്ടു. അപ്പോൾ എന്നിട്ടും ആ ഡ്രൈവർ സന്തോഷ് സാറേ ഞാൻ സഹായിക്കാന്ന് പറഞ്ഞ് ചെറിയ രീതിയിൽ സഹായിച്ചു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല പോയി. അപ്പോൾ ഞാൻ പറഞ്ഞത്, അത് എൻ്റെ സ്വന്തം വണ്ടിയായിരുന്നു, ഈ വണ്ടി അവിടെ നിർത്തി വെച്ചിട്ട് നാളെ സമാധാനത്തിൽ ചെയ്താൽ മതി.
പക്ഷെ സംഭവിച്ചത് ഇങ്ങനെ ഞാൻ കയറ്റുന്നതിനിടയിൽ മഴ പെയ്യുകയും ശക്തമായ കുറച്ചും കൂടെ ഈ മലമുകളിലായതുകൊണ്ട് എപ്പോഴും അവിടെ മഴയുണ്ടായി. അപ്പം അത്യാവശ്യം മഴയൊക്കെ കൊള്ളേണ്ടി വന്നു. കാരണം 2 കയ്യിൽ സാധനം, ഒരു കയ്യിൽ നമ്മളെ ഡ്രസ്സ് തന്നെ അത്രയും ഉണ്ടാവും. ആലോചിച്ചു. ഇതെന്തോ വലിയ ഭീകരമായ വിഷയമല്ല. പക്ഷേ ഇതെല്ലാം ഒരു വ്യക്തി രാത്രി, കാരണം 7 മണിക്ക് തുടങ്ങിയ ഷൂട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ 4-4:30 എഴുന്നേറ്റിട്ടാണ് ഇത്രയും കാര്യങ്ങൾ ശരിയാക്കുന്നത്. ഇത്രയും കാര്യം അവിടെ വെച്ചിട്ട് വേണം ഞാൻ രാത്രിത്തെ ഭക്ഷണം, ചെറുതായിക്കോട്ടെ അല്ലെങ്കിൽ ഓട്സിന്റെ കഞ്ഞി ആയിരിക്കും, പക്ഷെ എന്നാലും ഇത്രയും കാര്യങ്ങൾ ചെയ്തൊരു മനുഷ്യൻ വേണം ഇത് ചെയ്യാൻ. പിറ്റേ ദിവസം രാവിലെ നേരത്തെ 5 മണിക്ക് അലാറം കൊടുത്തിട്ട് വേണം. തലേ ദിവസം ഉപയോഗിച്ചിരിക്കുന്ന സോങ്ങാണ്. 10-15ഓളം ഡ്രസ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ 15 ഡ്രസ്സും അലക്കേണ്ടത് സന്തോഷ് പണ്ഡിറ്റ് സിംഗിൾ ഹാൻഡഡ്ലിയാണ്. എൻ്റെ വീട്ടിൽ അച്ഛനമ്മയൊന്നുമില്ല, അച്ഛനമ്മയൊക്കെ നേരത്തെ മരിച്ച. അപ്പോൾ ഇവിടെ ഒക്കെ തന്നെ നിങ്ങൾക്ക് ചോദിക്കാം, നിങ്ങൾക്ക് ഒരാളെ വെച്ചാൽ പറ്റുന്നത്. അപ്പൊ അതിന്റെ സിനിമയിൽ മാത്രമല്ല ജീവിതത്തിലും വൺ മാൻ ഷോ ആണ് കൂടുതലും. ജീവിതത്തിലും വൺ മാൻ ഷോ ആണ്. അല്ലാതെ എനിക്ക് ലോക റെക്കോർഡിന് വേണ്ടി മാത്രം അല്ല, അങ്ങനെയൊന്നും അല്ല ഇതിലെ കാര്യം. അപ്പൊ നമ്മൾ സ്വയമേവ പരമാവധി ജോലികൾ ചെയ്യുമ്പോൾ അപ്പൊ പുറമേ നിന്ന് നോക്കുന്നല്ലോ ഇവൻ കുറെ പൈസ ഉണ്ടാക്കുന്നല്ലോ എന്നുള്ളത് മാത്രമാണ്. ശരിക്കും ഈ പൈസ ഉണ്ടാക്കണമെന്ന് പറയുമ്പോൾ അതേ അപ്പുറത്തെ രീതിയിൽ ഒന്ന് ചോദിച്ചോട്ടെ. ഇപ്പൊ ഇത്രയും മേഖലയിൽ ജോലി ചെയ്യുന്നത് ശരിക്കും ഇതിന് സിനിമയുടെ ടോട്ടൽ ബഡ്ജറ്റിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും ഞാൻ തന്നെ ഈ മേഖലയിലൊക്കെ ചിന്തിച്ചുകൊണ്ട് കൂടിയാണ്. 10-1 അല്ലെ? അല്ല, ശരിക്കും അങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് ശരിക്കും ഇത്രയും മേഖലയിൽ വർക്ക് ചെയ്യുന്നത്. അത് തന്നെയാണ് പ്രധാന കാര്യം. ഞാൻ പറയുന്നത്, ഇപ്പോഴും ഞാൻ പറയുന്നത്, എനിക്കിപ്പോ എനിക്ക് ഇതേപോലെ ഒരു നിർമ്മാതാവിനെ കിട്ടിയിട്ടില്ല എന്നാണ്. നിർമ്മാതാവിനെ കിട്ടുന്നവർക്ക് പല പല ആവശ്യങ്ങളാണ്, പല പല കണ്ടീഷൻസ് ആണ്, പുറത്തു പറയാൻ പറ്റാത്തതും പറ്റുന്നതും ആയിട്ടുള്ള കണ്ടീഷൻസ് ആണ്. എനിക്ക് പറ്റൂല. അപ്പോൾ ഇനി എനിക്ക് അങ്ങനെ വലിയ കണ്ടീഷനൊന്നും ഇല്ലാത്ത ഒരു സാധാരണ മനുഷ്യനെ, കലയെ ഇഷ്ടപ്പെടുന്ന ഒരു നിർമ്മാതാവിനെ കിട്ടി വിചാരിച്ചു. അപ്പോൾ അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഒരാൾ പറയുകയാണ് ചേട്ടാ ഞാൻ 50 ലക്ഷം മുടക്കാം, എനിക്ക് ലാഭം കിട്ടുന്ന ഉറപ്പ് സന്തോഷ് സാർ പറയണം. ഇനി സന്തോഷ് സാർ ഉറപ്പ് കൊടുത്തിട്ട് അത് കിട്ടുന്നില്ലെങ്കിലോ? വായി ആലോചിച്ച് നോക്കണം. ഇപ്പോഴത്തെ സൂപ്പർ സ്റ്റാറുകളുടെ പടം പോലും അല്ല എത്ര എണ്ണം പോകുന്നത് 8 നിലയെ പൊട്ടുന്നു. ചില സിനിമകൾ വിജയിച്ച സിനിമകളുടെ പേരിൽ അവർ അറിയപ്പെടുന്നു. ഇത്രയല്ലോ എത്രയോ സിനിമ പരാജയപ്പെടുന്നുണ്ട്. അപ്പം നമ്മൾ എങ്ങനെയാണ് ഒരാൾക്ക് ഉറപ്പ് കൊടുക്കുക നിങ്ങളുടെ സിനിമ വിജയിച്ചിരിക്കും? അപ്പോൾ സന്തോഷ് പണ്ഡിറ്റ് എന്ത് പറയും, ചേട്ടാ അങ്ങനെയൊന്നും ഉറപ്പ് പറയാൻ പറ്റില്ല കേട്ടോ, ഇറ്റ് ഡിപ്പെൻസ്, നിങ്ങളെ തലയിലെത്ത് വരും. ഈ ഡയലോഗ് കേൾക്കുമ്പോൾ തന്നെ വന്ന നിർമ്മാതാവ് ഓടി രക്ഷപ്പെടുന്നു. അപ്പോൾ സന്തോഷ് പണ്ഡിറ്റ് സത്യം പറയുന്നു. എൻ്റെ അച്ഛനും എന്നെ കളവ് പറയാൻ പഠിപ്പിക്കാത്തതുകൊണ്ട് ഉള്ള കാര്യം പറയും. അപ്പോൾ സന്തോഷ് പണ്ഡിറ്റ് അല്ലാതെ സമൂഹത്തിന് വേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാത്ത, പക്ഷെ സിനിമയിൽ പാവപ്പെട്ടവരെ സഹായിക്കുന്നുണ്ട്. അതെ, സൂപ്പർ താരങ്ങൾ, ഞാൻ സൂപ്പർ താരങ്ങൾക്ക് എതിരല്ല, പക്ഷെ ഞാൻ പറയുന്നു അവർ സിനിമയിൽ സഹായിക്കുന്നുണ്ട്. സിനിമയിൽ സ്ത്രീകൾക്കെതിരെ നിസ്സാരമായൊരു കാര്യം വന്നു കഴിഞ്ഞാൽ വില്ലനെ കുത്തിക്കൊല്ലും. അതെ, മനസ്സിലായില്ലേ? ഒരു ഗ്രാമം രക്ഷിക്കും, സംസ്ഥാനം രക്ഷിക്കും, രാജ്യം തന്നെ രക്ഷിക്കും, ലോകം തന്നെ രക്ഷിക്കും. സ്വന്തം കൂടെ വർക്ക് ചെയ്ത ഒരു നടി പീഡിപ്പിക്കപ്പെട്ടപ്പോൾ അഭിപ്രായമില്ല. അന്ന് സന്തോഷേട്ടൻ അഭിപ്രായം പറഞ്ഞിരുന്നു, പ്രസ്താവന പറഞ്ഞിരുന്നു. ഉറപ്പായിട്ടും പറഞ്ഞിരുന്നു. മുഖം നോക്കാതെ ഞാൻ അഭിപ്രായം പറഞ്ഞു. പക്ഷെ ഞാൻ എക്സ് എന്ന് പറഞ്ഞ നാട്ടിനെതിരെ അല്ല ഞാൻ പറഞ്ഞത്. ആരാണോ അതിൽ പ്രതി ആ വ്യക്തിയെ പിടിക്കണം എന്നാണ്. അല്ലാതെ ഇപ്പൊ ഞാൻ കണ്ടിട്ടൊന്നുമില്ലല്ലോ സംഭവം. പക്ഷെ ഇത് തെറ്റാണെന്ന് പോലും ഇവിടെ പലരും പറഞ്ഞിട്ടില്ല. അവിടെയാണ് ഡിഫറൻസ്. അത് കാണാത്തൊരു കാര്യത്തെക്കുറിച്ച് നമുക്ക് വളരെ അധികാരിയായിട്ട് നമ്മൾ ആരോ എന്തോ പറഞ്ഞിട്ട് പറയാൻ പറ്റുന്നില്ല. യഥാർത്ഥ പ്രതിയെ പിടിക്കണം എന്ന് സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞിട്ടുണ്ട്. അതേ പറയാൻ പറ്റും. അവിടെ ഒന്ന് ചോദിച്ചോട്ടെ, ഇപ്പൊ സിനിമയെ ഇഷ്ടപ്പെട്ട് സിനിമയിലേക്ക് വന്നതും പ്രശസ്തിക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അല്ല, അതുകൊണ്ട് അഭിനയിച്ചത് അതുകൊണ്ട്, അല്ലാതെ സംവിധായകനായാൽ നമുക്ക് ഈ ഒരു സാധനം കിട്ടും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ചോദിക്കുന്നത് ഇതിനൊപ്പം തന്നെ സമകാലിക വിഷയങ്ങളിൽ വരുന്നുണ്ട്, അല്ലെങ്കിൽ പല വിവാദമായ പ്രസ്താവനകളൊക്കെ സംഭവിക്കുന്നുണ്ട്. ശരിക്കും അവിടെയും ഈ ഫെയിം പ്രതീക്ഷിച്ചുകൊണ്ടാണോ ചെയ്യണേ? അതായത് ഇത്രയും ആളുകളിലേക്ക് എത്തണമെങ്കിൽ, പ്രശസ്തനാവണമെങ്കിൽ ഇത്തരത്തിൽ കുപ്രസിദ്ധിയിലൂടെയും ആവാം, അതിൽ വിരോധമില്ല, അതിനോടെയാണോ യോജിക്കുന്നത്? ഞാൻ പറയുന്നത് അവിടെ എങ്ങനെയാണ് കുപ്രസിദ്ധി വരുന്നത്? ഞാനിപ്പോ ഒരു അഭിപ്രായമല്ലേ പറയുന്നത്. അല്ല, ഈ അനാവശ്യമായിട്ടുള്ള പ്രസ്താവനകൾ എന്നുള്ള രീതിയിലേക്കോ അല്ലെങ്കിൽ ചാരിറ്റി ചെയ്യുന്ന കാര്യങ്ങളോ? അങ്ങനെ അനാവശ്യമായ ഏത് പ്രസ്താവനയാണ്? അതും കൂടെ ഒന്ന് അറിഞ്ഞാൽ. ഞാൻ ഏത് സമയത്താണ് ഒരു അനാവശ്യ പ്രസ്താവന നടത്തിയത്? ഇപ്പൊ നേരത്തെ പറഞ്ഞു, ഇപ്പൊ നടന്മാരാണെങ്കിലും നടിമാരാണെന്നുണ്ടെങ്കിലും സിനിമയിൽ ചെയ്യുന്ന കാര്യങ്ങൾ ബാക്കി നിത്യജീവിതത്തിൽ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അത് ഫാക്റ്റ് അല്ലേ? അതെ. അപ്പൊ ആ ചെയ്യുന്നതും അവരും ഇടപെടണോ വേണ്ടയോ എന്നുള്ളത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളല്ലേ പലപ്പോഴും. ശരിക്കും ഞാൻ പറയുന്നത് 100% അവരോട് അംഗീകരിക്കുന്നു. അതുകൊണ്ട് അവരെ ദൈവങ്ങളായിട്ട് എനിക്ക് തോന്നിയില്ലെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ പറഞ്ഞ പോയിന്റ് വായിക്ക് മനസ്സിലായില്ല. അതായത് ഇവിടുത്തെ ജനങ്ങൾ ഇവരെ ദൈവങ്ങളാക്കുന്നതിന്റെ കാരണം സിനിമയിൽ പാവങ്ങളെ സഹായിച്ചു, സിനിമയിൽ ഗ്രാമം രക്ഷിച്ചു, സിനിമയിൽ സംതിങ്, സിനിമയിൽ അഴിമതിക്കെതിരെ നിന്നു. അതിന്റെ പേരിലാണ് ഇവരെ താഴ്ത്തുന്നത്. ഞാൻ പറഞ്ഞ റിയൽ ലൈഫിൽ നിങ്ങളുടെ ഹീറോസ് കർഷകരും ഇതാണെന്നേ ഞാൻ പറഞ്ഞു.
അവരങ്ങനെ ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. അതൊക്കെ അവനവൻ്റെ വ്യക്തിപരമായ കാര്യമല്ലേ, ഞാനത് പറഞ്ഞിട്ടേ ഇല്ല. ഈ സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറഞ്ഞ മനുഷ്യൻ കാര്യങ്ങളെ കാണുന്നത് ഇങ്ങനെയാണെന്ന് കാണുന്നത്. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് ഈ വിഭാഗത്തിനോട് അത്ര ഒരു ബഹുമാനം തോന്നാത്തത്. കാരണം സിനിമയിൽ മാത്രമേ ഉള്ളൂ. അതിനെ ഒരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. അവനവൻ്റെ കൂടെയുള്ള ഒരു നടിയെ ആക്രമിക്കപ്പെട്ടിട്ടോ അതിന് അഭിപ്രായം ഇല്ല. ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞല്ല, മലയാള സിനിമയിൽ തന്നെ കഞ്ചാവ്, അവിടെയും ചില ആളുകൾ കഞ്ചാവ് അടിക്കുന്നു, പല നടന്മാരുണ്ടെന്ന് ഇവിടെ പ്രൊഡ്യൂസേഴ്സാ പറഞ്ഞത്, സന്തോഷ് പണ്ഡിറ്റല്ല. അപ്പൊ ഈ ശരിക്കും നടന്മാരെന്താണ് വേണ്ടത്? ആ പറഞ്ഞത് തെറ്റാണ്, ഞങ്ങളങ്ങനെ ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയോ മറ്റിലൂടെയോ കഞ്ചാവിനെതിരെ പിടിക്കപ്പെട്ട ന്യൂസുകൾ ഷെയർ ചെയ്യുക. നിങ്ങൾ എവിടെയും കണ്ടിരിക്കുന്നു ഇത്രയും കാലം കഞ്ചാവ് ഇങ്ങനെ പിടിക്കപ്പെട്ടു, ഇത് മാറ്റിയെടുക്കണം എന്ന് പറഞ്ഞ് ആരെങ്കിലും ന്യൂസ് ഇടുന്നത് കണ്ടിട്ടോ? ഞാൻ പറയുന്നത് അവർ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. ഇവരെയാണ് ഇവിടുത്തെ വലിയൊരു വിഭാഗം ആൾക്കാർ ദൈവങ്ങളാക്കുന്നത്. ഇവരെയാണ് ഈ വലിയ വിഭാഗം ആൾക്കാർ മോഡലാക്കുന്നത്, റോൾ മോഡലാക്കുന്നത്. പക്ഷേ ഇതുപോലെ തന്നെ അപ്പുറത്തൊരു മറുചോദ്യം ഇല്ലേ? കാരണം ഇപ്പോൾ ഡ്രഗ്സ് ആണെങ്കിലും അല്ലെങ്കിൽ കഞ്ചാവാണെങ്കിലും മദ്യം മറ്റെന്താണെങ്കിലും എല്ലാ മേഖലകളിലും എല്ലാ ആളുകളും പലരും ഉപയോഗിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അപ്പൊ സിനിമാക്കാരെ നേരെ മാത്രം വിരലിച്ചു കൊണ്ടുവന്നത് അല്ലെങ്കിൽ വിവാദം സിനിമാക്കാർ ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് ഇത്രയും വിവാദമാവുന്നത്? ഞാൻ പറയാം. ഒരു മസാല ഷോപ്പുകാരൻ അരിയും മറ്റുള്ള സാധനങ്ങളും വിറ്റിട്ടാണ് അയാൾ ജീവിക്കുന്നത്. ഒരു ടെക്സ്റ്റൈൽ ഷോപ്പുകാരൻ തുണി വിറ്റിട്ടാണ് ജീവിക്കുന്നത്. ഒരു മത്സ്യക്കാരൻ മത്സ്യം വിറ്റിട്ടാണ് ജീവിക്കുന്നത്. കലാകാരൻ കല വിറ്റാണ് ജീവിക്കുന്നത്. പക്ഷേ ഈ മസാല ഷോപ്പുകാരന് ഇവിടെ ഫാൻസ് അസോസിയേഷൻ ഇല്ല, അവന് വേണ്ടി ആരും അടിപിടി കൂടാറില്ല, അല്ലെങ്കിൽ ടെക്സ്റ്റൈൽ ഷോപ്പുകാരന് ചെയ്യാറില്ല, സിനിമാക്കാർക്ക് വേണ്ടി ചെയ്യാറുണ്ട്. വ്യത്യാസം മനസ്സിലാക്കണം. കാരണം ഇവരാണ് റോൾ മോഡൽ. അതായത് ഒരു സിനിമയിൽ ഒരാൾ പറയുകയാണ് ഇപ്പോൾ MDMA കഴിക്കുന്നതിൽ തെറ്റില്ല, അതിലെന്താണ് തെറ്റെന്ന് പറയുമ്പോൾ അതിവിടെയുള്ള ആളുകൾ നമ്മളെ നായികയല്ലേ പറഞ്ഞ്. ഞാൻ പറയുന്നത് സ്വാധീനം, നോട്ട് ദ പോയിന്റ്. പക്ഷേ ഞാൻ പറയുന്നത് കംപ്ലീറ്റ് ചെയ്യട്ടെ. സ്വാധീനം ഇവർക്ക് ജനങ്ങളിലേക്ക് കൂടുതൽ കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഈ സ്വാധീനം കൊടുക്കാൻ പറ്റുന്ന ആളുകൾ പ്രത്യേകിച്ച് ഇവർ ഇനി ഒരു നന്മയും സമൂഹത്തിന് ചെയ്യണ്ട. ഇവർ നെഗറ്റീവായ കാര്യങ്ങളാണ് മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തന്നെ സിനിമ അവാർഡ് എടുക്കുക, ഇപ്പൊ സംവിധായകൻ രഞ്ജിത്തിനെതിരെ സംവിധായകൻ വിനയൻ കൊടുത്തു. ഒരു സൈഡിൽ ഇപ്പൊ അന്ന് എന്നെയൊക്കെ എതിർത്തപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, സിനിമ വെറും കലയാണ്. ഞാൻ പറഞ്ഞു, ഞാൻ 2011 ഇന്ന് നിങ്ങളുടെ മുന്നിലിരിക്കുമ്പോഴും ഞാൻ പറയുന്നത് എനിക്ക് ബിസിനസ്സാണെന്ന്. ഞാൻ പറഞ്ഞു എനിക്കിത് ബിസിനസ്സാണ്. പക്ഷേ എന്നെ എതിർക്കുന്ന സമയത്ത് ഏത് നിമിഷം ഇവർ പറഞ്ഞിരുന്നത് കലയാണ്. ചേട്ടാ വെറും കല മാത്രമാണെങ്കിൽ അയ്യോ എൻ്റെ സിനിമയ്ക്ക് അവാർഡ് കിട്ടിയില്ല എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? അതുമല്ല, അവർ തെളിവ് സഹിതമാണ് പറയുന്നത് ഇദ്ദേഹം ഇടപെട്ടു. എനിക്കറിയില്ല കേട്ടോ, അതൊന്നും സത്യം എനിക്കറിയില്ല. ഈ ഇടപെട്ടു എന്നൊക്കെ പറയുമ്പോൾ സിനിമയെ വെറും കലയായി കാണുന്ന ഒരാൾ എന്തിനാണ് ഇടപെടുന്നത്? രണ്ട് രീതിയിൽ എടുക്കാം. ഇപ്പോൾ മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചു, ഒരു കഥയിലെ മുഖ്യമന്ത്രിക്ക് അതങ്ങ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയം നോക്കിയാണ്, പ്രായശ്ചിത്തം എന്നല്ല എല്ലാ അവാർഡും രാഷ്ട്രീയം നോക്കിയാന്നൊക്കെയാണ് ജനങ്ങൾ പറയുന്നത്. പോട്ടെ, അപ്പോൾ രാഷ്ട്രീയം നോക്കിയാണ് അവാർഡ് കൊടുത്തതെന്ന് പറയുകയും അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുമ്പോൾ സാധാരണ രീതിയിൽ മുഖ്യമന്ത്രിക്ക് ആ കംപ്ലൈൻറ്റ് കീറിയിട്ടാൽ പോലെ. പക്ഷെ മുഖ്യമന്ത്രി തന്നെ അന്വേഷണം കൊടുക്കണമെന്ന്. അപ്പം അതിൽ എവിടേക്കോ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണല്ലോ. അപ്പം സിനിമ വെറും കലയാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ സംഭവം ഉണ്ടാകാൻ പാടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ കാസ്റ്റിംഗ് കുറച്ച് പല സ്ത്രീകളും എന്നെ മറ്റോം പീഡിപ്പിച്ച് പോട്ടെ, 20 കൊല്ലത്തിന് ശേഷം ആയിരിക്കും പഴയ കഥയൊക്കെ പറയുക. കാരണം ലൈവുള്ള സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ വിളിക്കൂലെങ്കിലും ഒന്ന് പേടിച്ചിട്ടാവാം, എന്തോ ആട്ടെ, കാരണത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇതൊക്കെ തന്നെയും സിനിമയ്ക്ക് മാനക്കേടല്ലേ. അപ്പം ഈ പറയുന്നത് ആരാണ്? ഞാൻ പറയുന്നു, ഈ പറയുന്നത് ഒരു സാധാ ഒരു കൂലിപ്പണിക്കാരനോ ഒരു എഞ്ചിനീയറോ ഒരു ഡോക്ടറോ പറഞ്ഞാൽ ചേട്ടാ അവർക്ക് അത്രേ മൈലേജ് ഉള്ളൂ. ഈ വലിയ വലിയ ആളുകൾ, ഈ ജനങ്ങൾ ദൈവമായി കണക്കാക്കുന്ന ആളുകളിൽ നിന്ന് കിട്ടുന്നതാണ് ഈ കഞ്ചാവ് കഥയും മറ്റതും. അപ്പൊ ഈ ജനങ്ങൾക്ക് കിട്ടുന്ന മെസ്സേജ് എന്താണ്? ഇവരെന്ത് മെസ്സേജാണ് സമൂഹത്തിന് കൊടുക്കുന്നത്? പക്ഷേ ഈ ദൈവങ്ങളായി കാണുന്നു പറയുന്നു, അത് ഒരിക്കലും നായികമാര് പറയുന്നില്ല. സിനിമ ഒരു വിനോദോപാധിയാണ്. അപ്പൊ അത് വിനോദമായിട്ട് മാത്രം കണ്ടാൽ മതി. 2-2.5 മണിക്കൂറോ 3 മണിക്കൂറോ കാണുന്ന ഒരു തിയേറ്ററിലായിട്ടോ അത് സിനിമയെ ഒരു ബിസിനസ് ആയിട്ട് എടുത്താൽ മതി. അത് കഴിഞ്ഞ് അപ്പൊ അത് തന്നെയാണ് പറഞ്ഞത്. അപ്പൊ ആ നായകന്മാരോ അവരുടെ പേഴ്സണൽ ലൈഫിൽ നിന്നുള്ള കാര്യങ്ങൾ എന്നുള്ള രീതിയിലേക്ക് അവരെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഇത്തരം വിവാദങ്ങൾ ഉണ്ടാവുമ്പോ അപ്പൊ അതില് ശരിയോ എങ്കിൽ ഇവിടെയുള്ള ആളുകൾ പറയണം സിനിമ എന്ന് പറഞ്ഞ ഒരു ബിസിനസ് ആണ് എന്ന് പറഞ്ഞ കഥ ഓക്കെയാണ്. പക്ഷെ എല്ലാവരും സന്തോഷ് പണ്ഡിറ്റുമാരല്ലല്ലോ. സന്തോഷ് പണ്ഡിറ്റ് എന്നുള്ള വ്യക്തി 2011 വന്നപ്പോഴേ പറഞ്ഞിട്ടുണ്ട് വ്യക്തമായിട്ട്. കാരണം പാഷൻ അല്ല, എനിക്ക് നിങ്ങൾ പറഞ്ഞ തന്നെയാണ് അത് കറക്റ്റ്. അതായത് സിനിമ
ഈ മസാല ഷോപ്പുകാരൻ ഇത് വിറ്റ് ജീവിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ സിനിമക്കാർ കാലം വിറ്റ് ജീവിക്കുന്നു എന്ന പെർസെപ്ഷനാണ് ഇവിടെ നാട്ടുകാരെങ്കിൽ ഈ ഡയലോഗ് നമ്മൾ ആരും പറയില്ല. ഇതെന്താണ്? നിങ്ങൾ ഫാൻ ഫൈറ്റ് ഇതുവരെ കണ്ടില്ല? ഏതെങ്കിലും ഒരു സിനിമ ഇവിടെ ഇറങ്ങുമ്പോൾ നല്ല സിനിമയാണെങ്കിൽ പോലും മറ്റോന്റെ അതിൽ പോസ്റ്റർ രണ്ടു തരം റിവ്യൂ കാര്യങ്ങളും വരും, പോസ്റ്റർ കീറുക, എന്തെല്ലാം കലാപരിപാടികൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ എന്തുകൊണ്ട്? പിന്നെ എന്തിനാണ് ഈ ഫാൻ ഫൈറ്റ്? ഒക്കെ പോട്ടെ. ഇപ്പോൾ സിനിമയ്ക്ക് 100, സിനിമ വെറും കലയാണ്, സന്തോഷ് പണ്ഡിറ്റ് മാത്രമാണ് മലയാള സിനിമയിൽ ബിസിനസ്സായിട്ട് ചിന്തിക്കുന്നതെന്നാണ് പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, ആദ്യത്തെ ആഴ്ച 25 കോടി, രണ്ടാമത്തെ ആഴ്ച 50 കോടി കിട്ടി, മറ്റോ ഞങ്ങൾക്ക് 200 കോടിയുടെ എത്ര വന്നു, മറ്റോനെ 100 കോടിയേ വന്നുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ചേട്ടാ ഇത് ബിസിനസ് അല്ലേ ഇവർ സംസാരിക്കുന്നത്? ഇത് ബിസിനസ് അല്ലേ? ഇത്രയും കൂടെ പറയാം. ഇനി കേൾക്കുന്നവര്, ഇനി ഇവരെ ആരാധകര്, നിന്റെ നടനെ ഒരു 50 കോടി പോലും ഇല്ല, ഞങ്ങളെ നടനെ 3. ഈ സകലമായ വിഡ്ഢികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരു അല്പം ലോജിക്ക് യൂസ് ചെയ്യുക. ബാഹുബലി എന്ന് പറയുന്ന സിനിമയ്ക്കാണ് ഈ കേരള സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കളക്ഷൻ ചീട്ട് 76 കോടിയിട്ടാണ് കിട്ടിയത്. കേരളമാണ്. കേരളത്തിൽ ഒരു 3.5 കോടി ജനങ്ങൾ, പകുതി ആൾക്കാർ ചെറിയ കുട്ടികൾ, കുറച്ച് പ്രായമുള്ളവരാ, സിനിമ കാണാനുള്ള ലെവലില്ല, അല്ല വെറുതെ കൂട്ട്. അപ്പോൾ 1.25 കോടിയായി. ഇതിൽ അതായത് 1.25 കോടി മാത്രമേ സിനിമ ഇഷ്ടപ്പെടുന്ന ആളുകളുള്ളൂ. ഇഷ്ടപ്പെടുന്നവർ മൊത്തം ഇപ്പോൾ ഒരു പടം ഇറങ്ങി ആ ആഴ്ചനെ കാണാനുള്ള ലെവലുള്ള ആളുകളാവുമോ? അതൻ ഇഷ്ടപ്പെടുന്നവർ മൊത്തം സിനിമ, പ്രത്യേകിച്ച് ഇപ്പോൾ ഒക്കെ ടൗൺ ഏരിയയിലെ ഒരു സിനിമയുള്ളൂ, തിയേറ്ററുള്ളൂ, ബാക്കി ഇടയിലൊന്നുമില്ല. ഇപ്പം ഞാനൊക്കെ താമസിക്കുന്ന അടുത്തൊക്കെ ഞങ്ങൾക്കൊരു സിനിമ കാണണമെന്നുണ്ടെങ്കിൽ 15 കിലോമീറ്റർ സഞ്ചരിക്കണം, പോകണം. എന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് ആരും സിനിമ ഇഷ്ടപ്പെടുന്നവരാണെന്നല്ല. അപ്പം അവരൊക്കെ മാളികപ്പുറം, എൻ്റെ അടുത്തുള്ള വീട്ടുകാരൊക്കെ കണ്ടിരിക്കുന്നത് മാളികപ്പുറം എന്ന് പറഞ്ഞൊരു സിനിമയാണ്. അതങ്ങനെ ആ പടം അവിടെ ഓടിയത് കൊണ്ടാണ് 15 കിലോമീറ്റർ സഞ്ചരിച്ചു പോകണം. പോട്ടെ. അപ്പം ഇതിൻ്റെ ഒരു പകുതി, ദാറ്റ് ഈസ് ഒരു 70 ലക്ഷം ആൾക്കാരൊക്കെ ഉള്ളൂ നല്ല സിനിമയിലെന്ന് പറഞ്ഞിട്ട് ഒന്ന് കടിച്ചു പിടിച്ച സിനിമ കാണുന്നവരുള്ളൂ. എപ്പോഴും ഞാനത് കംപ്ലീറ്റ് ചെയ്യാം ഉള്ളൂ. ഈ 70 ലക്ഷത്തിൽ തന്നെ എത്രയോ പേർക്ക് ഇപ്പോൾ അസുഖം, ചിലർക്ക് സെമസ്റ്ററിൻ്റെ എക്സാം ആയിരിക്കും. ഇപ്പം നമ്മുടെ അച്ഛന് സുഖമല്ല, നമുക്ക് അയ്യോ നല്ല സിനിമ എന്ത് ചെയ്യാനാ കാണാൻ പറ്റി, അങ്ങനെയൊക്കെ പ്രശ്നങ്ങളില്ല. എവിടെ നമ്മളിപ്പോൾ ചിലപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോകാൻ പറ്റിയിരിക്കും, അപ്പോഴേക്ക് നല്ല പടം ഇറങ്ങിയിട്ടുണ്ടാവുക. പക്ഷെ നമുക്ക് ദുബായി പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ശരിയാക്കിയിരിക്കും, നമുക്ക് കാണാൻ. കാരണം ഇപ്പോഴേ സിനിമയൊക്കെ ആകെ 2 ആഴ്ചയല്ലേ ഇപ്പോൾ ഓടുന്നുള്ളൂ. അതായത് ബാഹുബലി 2 50 ലക്ഷം ആൾക്കാർ, കൂടുതൽ ഒരു എവറേജ് 150 രൂപ കൂട്ടിക്കോ, 115 ഉണ്ട്. ഒരു 55 ലക്ഷം ആൾക്കാർ, അതായത് സിനിമയെ ഇഷ്ടപ്പെടുന്ന, കടിച്ചു പിടിച്ച് സിനിമ കാണുന്ന 55 ലക്ഷം ആൾക്കാർ ആ സിനിമ കണ്ടത് കൊണ്ടാണ് 76 കോടി വന്നത്. ഇഷ്ടമുണ്ടെ വിശ്വസിക്കും. ഇതാണ് സംഭവം. ഇനി ഒരാഴ്ച കൊണ്ട് ഈ 25 കോടി, രണ്ടാമത്തെ ആഴ്ച 100 കോടീൻ്റെ ഇത്തിരി ബുദ്ധി ഉണ്ടെങ്കിൽ ആലോചിക്കുക. ഒരു സെൻറ്ററിൽ അല്ല ഒരു 200 ആൾ, ഒരു 150 ആൾ, 4 ഷോ 800 അല്ലേ? ഒരു ദിവസം 800 ആളല്ലേ വരും. 800 ഒരു 100 സെൻറ്ററിലാണെങ്കിൽ 8,000 80,000. ശരി, അതിപ്പോൾ 300 സെൻറ്ററിലാണെങ്കിൽ 2,40,000. ഒരു 100 രൂപ ആവറേജ് കൂട്ടുകയാണെങ്കിൽ 2 കോടി 40 ലക്ഷം. അത് ഒന്നും കൂടെ ഇനി ഇതിൽ കൂട്ടുകയാണെങ്കിൽ ഒരു 3 കോടി വേണ്ട, 150 വെച്ച് കൂട്ടിക്കാം, 3 കോടി 60 ലക്ഷം. ഏത് ആ ദിവസത്തെ ഒരു സീറ്റ് പോലും പെൻഡിങ് ആവരുത്. 3 കോടി 60 ലക്ഷം അല്ലേ വരുള്ളൂ. 4 ആഴ്ച അല്ലെ, ഇപ്പത്തെ 4ാമത്തെ ആഴ്ച വരെ OTTക്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഒരു അല്പം ബുദ്ധി, ഞാൻ ഓവർ ബുദ്ധി എന്ന് പറയുന്നില്ല, ഞാൻ പറഞ്ഞ ശരിയല്ലേ? ഇതൊക്കെ കുറെ കള്ളങ്ങളാണെന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞ ആ രീതിയിൽ കൂട്ടി നോക്കിച്ചിട്ടാ 200 ആണ്. 200 തന്നെ ഇല്ല പല സെന്ററും. 800 അത്. അപ്പോൾ ഒരു ദിവസത്തെ കളക്ഷൻ എന്ന് പറയുന്നത് 3.5 കോടിയിൽ കൂടുതലൊക്കെ എങ്ങനെ വരും? അത് എല്ലാ ആദ്യത്തെ 3 ദിവസം കഴിഞ്ഞ് നിങ്ങൾ തിങ്കളാഴ്ച ഏതെങ്കിലും സെന്ററിൽ ചെന്ന് നോക്കുക, ഇവിടെ എത്ര ആളുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഇത്രയും വരുന്നത്? അപ്പോൾ 2 രീതിയിൽ നിങ്ങൾ കൂട്ടി അറിയാൻ പറ്റും. ഇവിടെ ടോട്ടൽ എത്ര പേര് കാണണം, അതായത് 100 കോടി കളക്ട് ചെയ്യണമെങ്കിൽ ഇവിടെ എത്ര പേര് കാണണം വെച്ച് കഴിഞ്ഞാൽ 65 ലക്ഷം ആൾക്കാർ കാണണോ? 65 ലക്ഷം ഈ കേരള സംസ്ഥാനത്തെ മൊത്തം സിനിമാ പ്രാന്തന്മാര് കടിച്ചു പിടിച്ച് കണ്ടാൽ കിട്ടൂല. അത് 4 ആഴ്ച കഴിഞ്ഞാൽ OTTയിൽ വരുന്ന സിനിമ. ഞാൻ പറയുന്നു, ഇഷ്ടമുണ്ടെ വിശ്വസിക്കാം, നിങ്ങൾ വിശ്വസിക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല. ഒരു ഹിറ്റ് സിനിമയ്ക്ക് ഇവിടെ കിട്ടുന്നത് 20 കോടിയാണ്. ഇഷ്ടമുണ്ടെ വിശ്വസിച്ചോ, 20 കോടിയാണ്. നല്ല സൂപ്പർ ഹിറ്റ് ആവുന്ന സിനിമയ്ക്ക് കിട്ടുന്ന 50 കോടിയാണ്. 45 to 50 കോടിയാണ് വരുന്നത്. സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ബാഹുബലി 2 പോലെ വരുന്ന സിനിമയ്ക്ക് കിട്ടുന്നത് 76 കോടിയാണ്. ഞാൻ മലയാള സിനിമ കാര്യമൊന്നും പറയുന്നില്ല.
ഇതാണ് സത്യം അവസ്ഥ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അപ്പൊ ഇവിടെ പറയുന്നത് മുഴുവൻ തള്ളല്ലേ. ആ സിനിമയ്ക്ക് അപ്പൊ കലയെ ഇഷ്ടപ്പെടുന്നവൻ എന്തിനാണ് ഈ തള്ളി മറിക്കുന്നേ? സന്തോഷ് പണ്ഡിറ്റ് ബിസിനസ് പറയുന്നതെന്ന് കരഞ്ഞു നടക്കുന്നവർ ഒരു അല്ല, ഇവര് ചെയ്യുന്നത് അതിന് വലിയ ബിസിനസ് അല്ലേ? അതൊരു ബിസിനസ് സ്ട്രാറ്റജി ആയിക്കൂടെ? കാരണം വലിയ വിജയം പക്ഷേ ഉണ്ടായി എന്ന് എങ്കിൽ- പറയുമ്പോൾ എങ്കിൽ അടുത്തൊരു സന്തോഷ് സിനിമയ്ക്ക് മുതൽ എങ്കിൽ- കിട്ടാമോ എന്നുള്ള എങ്കിൽ ചിന്തിച്ചിട്ടില്ല. സന്തോഷ് പണ്ഡിറ്റ് മാത്രമാണ് ബിസിനസ് ചെയ്യുന്നത്, ഞങ്ങളൊക്കെ കലയ്ക്ക് വേണ്ടി ജീവിച്ച് മരിക്കുന്നവരാന്ന് പറയുന്നതിൽ ലോജിക്ക് എന്താണ്? എല്ലാവരും സന്തോഷ് പണ്ഡിറ്റ് സത്യങ്ങൾ തുറന്നു പറഞ്ഞിട്ട് നിൽക്കുന്നവരാവണം എന്നില്ലല്ലോ ഇൻഡസ്ട്രിയിൽ. അതുകൊണ്ടല്ലോ ഞാൻ പറയുന്നു, മലയാളികൾ ഇനിയും മനസ്സിലാക്കുക എന്താണ് കല. അല്ല, ഇത്രയും പലപ്പോഴും പറയണം. പല സിനിമകളിലും നായകൻ ഒരു ഇടി ഇടിക്കുന്നു, 100 മറിഞ്ഞ് വെട്ടി വീഴുന്നു, 10 പേര് അത്തു പോകുന്നു. ഇതാണോ കല? അല്ലെങ്കിൽ നായകനും നായികയും പ്രത്യേകിച്ച് പണിയും തോരവും ഇല്ലാതെ നൃത്തം വെക്കുന്നു, അതിന്റെ ബാക്കിൽ 100 പേര് എന്തിനാണ്? ഞാൻ തെറ്റെന്നല്ല പറഞ്ഞു, ഇതാണോ കല എന്നേ ഞാൻ ചോദിക്കുന്നുള്ളൂ. അതിപ്പോൾ സന്തോഷ് പണ്ഡിറ്റ് സിനിമയിലും ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഞാൻ ചോദിക്കുന്നു, ഇതാണോ കല? അല്ല, ഇങ്ങനെ ഇതാണോ കല? അല്ലെങ്കിൽ നിങ്ങൾ എത്ര സിനിമ കണ്ടിട്ടുണ്ട് അതിന്റെ ഫൈനൽ സീനിലെ നായകൻ ആ വില്ലന്മാരെയൊക്കെ ഫുള്ള് ബോംബൊക്കെ എറിഞ്ഞിട്ട് നായകൻ ഇങ്ങനെ സ്ലോ മോഷനിൽ നടക്കുകയാണ്. നായകനെതിരെ പെറ്റി കേസ് പോലും ഉണ്ടാവില്ല. അതിന്റെ 2ാം ഭാഗം 3ാം ഭാഗം വരുമ്പോൾ നായകൻ ഇങ്ങനെ ഉയർന്നിടും. അല്ല പോയി അങ്ങനെയുണ്ട്. നിങ്ങളിവിടെ ആരെങ്കിലും ഒരു ചെറുതായിട്ട് ഓനും തല്ലി നോക്കും, നിങ്ങൾക്ക് അതിന് എന്തൊക്കെ കേസ് വരുന്നുണ്ട്? അപ്പൊ നിങ്ങളൊരു സൂപ്പർ സ്റ്റാർ അല്ലേ? ഇതാണോ കല? അല്ല. അപ്പൊ സന്തോഷ് പണ്ഡിറ്റ് കലയെക്കുറിച്ചതില്ല, ഞങ്ങളൊക്കെ കലേന്റെ ഉസ്താദുകളാന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന്റെയൊക്കെ സത്യാവസ്ഥ ശരിക്കും ഓരോരുത്തർക്കും ഓരോ വീക്ഷണമാണ്. ഞാൻ അതിൽ തന്നെ വീക്ഷണമല്ല ഈ പറയുന്നത്, പ്രതീക്ഷയിലെ കാര്യം അല്ല, വീക്ഷണം എന്ന് മാത്രമല്ല അല്ല, പറയുന്നത് കളവാണെന്ന് ഞാൻ ഒരു ബിസിനസ് സ്ട്രാറ്റജി ആയിരിക്കാം. നേരത്തെ പറഞ്ഞ പോലെ കലയും ഒരു ബിസിനസ് ആണെങ്കിൽ, സിനിമയും ഒരു ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ വലിയ വിജയം തുറന്നു പറയാനുള്ള മനസ്സിലാണ്. അവിടെയാണ് ഞാൻ നേരത്തെ വാക്ക് ഉപയോഗിച്ചത്. എല്ലാം തുറന്നു പറയാൻ എല്ലാവരും സന്തോഷ് പണ്ഡിറ്റുമാരല്ല എന്നുള്ള സാധനം കൂടി പറഞ്ഞു. അല്ല, എങ്കിൽ സന്തോഷ് പണ്ഡിറ്റിനെ വിമർശിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ അപ്പൊ ഇതിനൊക്കെ എന്താണ് വേണ്ടത്? ഒന്ന്, സിനിമാക്കാരെന്ന് പറഞ്ഞ വിഭാഗം ശരിക്കും ചെയ്യേണ്ടത് സത്യസന്ധമായിട്ട് പറയാം, അതെ ഞങ്ങൾ ഈ സിനിമയിൽ ചെയ്യുന്ന കണ്ടിട്ട് ഞങ്ങളെ ഇതാക്കണ്ട. ഞങ്ങളെന്ന് പറയുന്ന ഒരു ബിസിനസിന്റെ ഭാഗമാണ്, സിനിമ തന്നെ ബിസിനസ്സാണ്, ഇത് കലയൊന്നുമില്ല. ഇത് കേൾക്കുമ്പോൾ നമ്മളെ അപ്പൊ പിന്നെ ഇവരെ അഭിപ്രായം ഒന്നും പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അതെ അതെ, നമ്മളെ ജനങ്ങൾ എങ്ങനെയാ വേണ്ടു? ഇവന്മാര് പൈസയ്ക്ക് വേണ്ടി കാട്ടിക്കൂടുന്നു. അവർക്കൊരു സിനിമ ഇറക്കിയാൽ ഒരു പുതിയൊരു 5 കോടിയുടെ കാർ വന്നു, അതൊക്കെ അവരെ ബിസിനസ്. നമുക്ക് എന്റർടൈൻമെന്റ് തോന്നിയാൽ കാണാം, കാണാതിരിക്കാം. എന്നാണ്ട് ഇവർക്ക് വേണ്ടി അടി കൂടേണ്ട ആവശ്യമില്ല, ഇവർക്ക് വേണ്ടി പോസ്റ്റർ കയറേണ്ട ആവശ്യമില്ല. ഇവർക്ക് വേണ്ടിയിട്ട് നല്ല സിനിമ കണ്ടാലും മോശം സിനിമകൾ എത്ര പ്രാവശ്യം ശരിക്കും സന്തോഷേട്ടൻ പറഞ്ഞിട്ടുണ്ടോ ഫാൻസിനോട് എന്റെ സിനിമയെ ചൊല്ലിയിട്ട് ബാക്കിയുള്ള മൂവീസ് ഇറങ്ങുമ്പോൾ ഫാൻ ഫൈറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ പോസ്റ്റ് കയറുകയോ മോശം റിവ്യൂ ഇടുകയോ ഒന്നും ചെയ്യരുത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറയുന്നത്, ഞാൻ എപ്പോഴും ഞാനേ ഈ ഒരു പോളിസിയാണ്. അപ്പൊ എന്നെ സ്നേഹിക്കുന്നവർക്കും ആ പോളിസി അല്ലേ ഉണ്ടാവും. അത് പറഞ്ഞിട്ടോ, തുറന്നു പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ചോദിക്കുന്നത്, ഞാനേ ഈ പോളിസി കൊണ്ട് നടക്കുന്നവനാണ്. പിന്നെ എൻ്റെ ഫാൻസുകാർ അങ്ങനെയല്ലേ വരുള്ളൂ, എന്നെ ഇഷ്ടപ്പെടുന്നവരും അങ്ങനെയായിരിക്കും. അതായത് സത്യസന്ധമായി കാര്യങ്ങളെ കാണുക. ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ. ഇവരൊരു ബിസിനസ്സാണ് ചെയ്യുന്നത്, നമ്മളും അത് മനസ്സിലാക്കി ഇവരോട് ഡീൽ ചെയ്താൽ മതി. അല്ലാണ്ട് ഇവരെ ദൈവങ്ങളാക്കുമ്പോഴാണ്, കണ്ടോ ദൈവങ്ങൾ അഭിപ്രായം പറഞ്ഞില്ല, ദൈവങ്ങൾ അത് ചെയ്തില്ല എന്ന് പറയുന്നുള്ളൂ. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അപ്പൊ എപ്പോഴെങ്കിലും ഈ ആരാധന മൂത്തിട്ട് സന്തോഷ് പണ്ഡിറ്റിനെ ആരാധിക്കുന്ന വലിയ സമൂഹം ഇതുപോലെ ദൈവതുല്യനായി കണ്ടിട്ട് സന്തോഷേട്ടന്റെ പേരിൽ ഒരു അമ്പലം പണിയാണ്, വിഗ്രഹം സന്തോഷേട്ടനാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അമ്പലം പണിയാൻ പോകണു, ഇതിനുള്ള ഒരുക്കങ്ങളൊക്കെ തുറന്നു, ഈ വാർത്ത അറിയാണ് സന്തോഷേട്ടൻ, എന്താ ഇതിനെ എതിർക്കോ അതോ അനുകൂലിക്കോ? ഞാൻ പറയുന്നു, ഞാൻ എല്ലാവരോടും റിയലിസ്റ്റിക്കായി ജീവിക്കാനേ പറയുന്നു. നിങ്ങൾ ഈ പറയുന്നത് ആ പരിധി വിട്ട ലെവലാണ്. ഞാൻ പറയുന്നു റിയലിസ്റ്റിക്കായി കാര്യങ്ങൾ. പക്ഷെ അവരവരുടെ റിയാലിറ്റിയിൽ കാരണം ചാറ്റ് ചെയ്യണു, പാവങ്ങളെ സഹായിക്കുന്നു, സമാനമായ വിഷയങ്ങളിലെ രാഷ്ട്രീയക്കാരോ പ്രമുഖരോ ഒന്നും ഇടപെടാത്തോടത്ത് സന്തോഷ് പണ്ഡിറ്റിന്റെ സാന്നിധ്യമുണ്ട്, ഇവരൊക്കെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും മനുഷ്യരൂപത്തിൽ ദൈവം വരുന്ന പറഞ്ഞ പോലെ ദൈവതുല്യമായിട്ടുള്ള കാര്യങ്ങൾ ഇത്രയും ചെയ്യണം. അപ്പോൾ സ്വാഭാവികമായിട്ട് ആരാധകർക്ക് തോന്നാം, കാരണം പലപ്പോഴും പല താരങ്ങൾക്കും അമ്പലങ്ങൾ പണിത അല്ലെ ചരിത്രമുണ്ട്. അപ്പൊ അതേപോലെ അത്രയും ദൈവതുല്യനായി കണ്ടിട്ട് ആരാധകരാണെങ്കിൽ ഒറ്റ വാക്കിൽ എന്താ മറുപടി? ഇത് അനുകൂലിക്കും? ഞാൻ പറയും, അങ്ങനെയാണ് ഒരാൾ എന്നോട് പറയുന്നെങ്കിൽ ഞാൻ പറയും, ചേട്ടാ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ഇയാൾക്ക് എന്താണ് ദൈവം എന്ന് ഞാനത് പറഞ്ഞു കൊടുക്കും, അത്രയും മതിയല്ലോ. ഒരു മനുഷ്യൻ ഒരു 10 ഡിഗ്രി ഒരു ആവറേജ് വിചാരിച്ചു, 2 മിനിറ്റ് സമയം തരണേ. ഒരു 10 ഡിഗ്രിയിലാണ് നമ്മുടെയൊക്കെ ജന്മം വരുന്നത്. 10ന്റെയും 20ന്റെയും ഇടയിലാണ് ഈ ലോകത്തുള്ള സാധാരണ മനുഷ്യന്മാർ വരിക. നമ്മളും ഭഗവാൻ ശ്രീകൃഷ്ണനും തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചാൽ പറയും, സന്തോഷ് പണ്ഡിറ്റ് അല്ലെങ്കിൽ സാധാരണ മനുഷ്യൻ്റെ 10 ഡിഗ്രി ആണെങ്കിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ 100 ദൈവം എന്നത് ഒരു സമുദ്രമാണെങ്കിൽ നമ്മൾ അതിനടുത്ത് ഒരു ബക്കറ്റ് വെള്ളമാണ്. നിങ്ങളിപ്പോൾ പറഞ്ഞ് സന്തോഷ് പണ്ഡിറ്റിനെ ദൈവമാക്കിയാലെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയണം, എന്താണ് ദൈവം എന്ന് പറയണല്ലോ. ഞാൻ ആരാധകരോട് പറയും, നിങ്ങൾ മനസ്സിലാക്കണം, ആരാധകരെ ശാന്തരാകുക, നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് ദൈവം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ 10 ഡിഗ്രിയിൽ നിന്നും 100 എത്തലാണ് നമ്മളെ ലക്ഷ്യം. ഒരു വ്യക്തി 10ന്റെയും 20ന്റെയും ഇടയിൽ എത്തുന്ന വ്യക്തിയോട് ചേട്ടൻ ഇത്രയും കാലത്തിൻ്റെ ഇടയിൽ എന്താണ് ജീവിതത്തിൽ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തി പറയും,
കുറേ ഭക്ഷണം കഴിച്ചു, വിശ്രമിച്ചു, ഉറങ്ങി, സെക്സ്. അല്ല, ഒരു ടിപ്പിക്കലി ഒരു മനുഷ്യനോട് നിങ്ങൾ ഇനിയിപ്പോൾ 2 കല്യാണം കഴിച്ചിട്ടുണ്ടാവും, 4 മക്കളുണ്ടാവും, 10 വീടുണ്ടാക്കിയിട്ടുണ്ടാവും, എന്തോ ആവട്ടെ, ചേട്ടൻ ഇത്രയും കാലം ചെയ്തതിനൊന്ന് ചുരുക്കി, ഇത്രയും കാലം ചെയ്തതിനൊന്ന് ചുരുക്കി പറയാൻ പറഞ്ഞാൽ ഭക്ഷണം കഴിച്ചു, ഉറങ്ങി, വിശ്രമിച്ചു, സെക്സ് എന്ന് തന്നെ ഒരുവിധം എല്ലാ ടീമിനെയും പറയാനുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് എന്തോ ഒരു മലമറച്ചൊന്നും പറയാം. അതാ ഞാൻ പറയുന്നത്. അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ഒരു ശാസ്ത്രജ്ഞനെ പറയാം, ഞാനൊരു ഓട്ടോ ചാർജിൽ അവിടെ കൊണ്ടുപോയി വിട്ടു എന്നൊക്കെ അത് അയാൾക്ക് പറയാം. അപ്പോൾ ഈ 10ൻ്റെ 20ൻ്റെ ഇടയിലാണ് ഇവിടെ ഉണ്ടാകുന്നത്. 20 മുതൽ, അതായത് നമ്മളിപ്പോൾ ഏറ്റവും ഫേമസ് ആയ ഒരാളെന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ ഒരു ബോളിവുഡിലെ ഒരു സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറഞ്ഞാൽ 35 ഡിഗ്രിയൊക്കെ ഉണ്ടാവും. എന്താ ദൈവം എന്നുള്ള ആദ്യം മനസ്സിലാക്കുന്നത്. ഈ 35 ഡിഗ്രി വരെയും അതിലേ ഉള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്കുള്ളവരൊന്നും ഇപ്പോൾ ഇന്ത്യയിലില്ല ഞാൻ മനസ്സിലാക്കുന്നത്. 50 ഡിഗ്രി കഴിഞ്ഞത് മുതലാണ് ഒരാൾ ദൈവികതയിലേക്ക് എത്തുന്നത്. 50 ഡിഗ്രി കഴിഞ്ഞ മുതൽ ആൾക്ക് മറ്റുള്ളതിനെ നിയന്ത്രിക്കാനുള്ള കഴിവുണ്ട്. കേൾക്കണം. അപ്പോൾ ഈ സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറയുന്ന മനുഷ്യനെ നിങ്ങൾ ഒരിക്കലും ദൈവമാക്കരുത്. കാരണം ആ വ്യക്തിയുടെ ഡിഗ്രി എന്ന് പറഞ്ഞ ഇതാണ്. നിങ്ങൾ ആരാധിക്കേണ്ടത് 100 ഡിഗ്രിയെയാണ്. സന്തോഷേട്ടൻ ഇവിടെ ഇരിക്കുമ്പോൾ കൃത്യമായിട്ട് സന്തോഷേട്ടൻ എന്താണെന്നുള്ളതും അല്ലെങ്കിൽ സന്തോഷേട്ടൻ്റെ വന്ന വഴികളും ഒക്കെ അറിഞ്ഞിട്ട് അവർ പക്ഷേ സന്തോഷേട്ടൻ്റെ മുമ്പിൽ വന്നിരിക്കണേ എന്നുള്ളതുകൊണ്ട് പറയാണ്. സന്തോഷേട്ടൻ മലയാളിയാണോ? മലയാളി അല്ലല്ലോ. ഇത്രയും വിഷയങ്ങളെ കുറിച്ച് പറഞ്ഞു, നേരത്തെ പറഞ്ഞു ആരാധകരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇവിടുത്തെ സൂപ്പർ സ്റ്റാറുകൾ ചെയ്യണമെന്ന് പറഞ്ഞു. സന്തോഷേട്ടൻ ഒരു സൂപ്പർ സ്റ്റാർ ആണ് അല്ലെ? സന്തോഷ് പണ്ഡിറ്റ് ഒരു സൂപ്പർ സ്റ്റാർ ആണ്. എന്നിട്ട് എന്തുകൊണ്ട് ഇത്രയും നാളെ മലയാളികളെ ഇത്രയും കബളിപ്പിച്ച എന്തിനാണ്? മലയാളിയാണ് സന്തോഷേട്ടൻ. ഞാൻ പറയണത് സന്തോഷേട്ടൻ ഒരു ഉത്തർപ്രദേശുകാരനാണെന്നുള്ളത് ശരിയാണോ? നിങ്ങൾ വേറെ എന്തെങ്കിലും ചോദിക്കേ. ഇത്രയും ചോദ്യങ്ങൾക്ക് ഇത്രയും വലിയ ഉത്തരങ്ങളുള്ള സന്തോഷേട്ടൻ എങ്ങനെയാണ് പെട്ടെന്ന് ഈ ചോദ്യത്തിന് മാത്രം നിഷേധിക്കാൻ പറ്റുന്നത്? പെട്ടെന്ന് അല്ല വേണ്ട, നമുക്ക് അടുത്ത ചോദ്യത്തിൽ കിടക്കാം. അതെന്തുകൊണ്ട് നിഷേധിക്കാൻ പറ്റുന്നത്? ഇത്രയും ഉത്തരങ്ങൾ പറഞ്ഞ ഒരാള് ഉത്തർപ്രദേശ് സ്വദേശിയാണ്, സിനിമയ്ക്ക് വേണ്ടി മാത്രം അല്ലെങ്കിൽ പ്രശസ്തിക്ക് വേണ്ടി മാത്രം സിനിമയിലേക്ക് വരുന്നു. ആ സിനിമയ്ക്ക് വളക്കൂറുള്ള മണ്ണും മലയാളമാണ്, കേരളക്കാരെയാണ് തിരിച്ചറിയണു, കേരളത്തേക്ക് വരുന്നു, എന്നിട്ട് മലയാളം എന്നുള്ള സങ്കല്പം അല്ലെങ്കിൽ ഇത്രയും വിഷയങ്ങളിൽ ഇടപെടുന്നു. അപ്പൊ നേരത്തെ പറഞ്ഞ പ്രസ്താവനകളൊക്കെ ഈ ഒരൊറ്റ കാര്യങ്ങൾ കൊണ്ട് പൊളിച്ചെഴുതിയ പോലെ. അല്ല, ഞാൻ വീണ്ടും ചോദിക്കുന്നു, സന്തോഷ് പണ്ഡിറ്റ് അന്ന് മുതൽ ഇന്ന് വരെ എന്താ പറഞ്ഞത്? ഞാൻ സിനിമ ബിസിനസ് ആയി കാണുന്നു. അല്ലാതെ ഞാനൊരിക്കലും ഞാൻ പെർഫെക്റ്റ് ആണെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. പറഞ്ഞോ? ഞാൻ പിന്നെ എങ്ങനെയാ കബളിപ്പിക്കുന്നത്? ഞാൻ അന്നും ഒന്നും പറഞ്ഞിരിക്കുന്ന ഒരേ കാര്യം. അല്ല, മാത്രമല്ല ഇനിയിപ്പോ ഞാൻ മലയാളി ആയാലും ബംഗാളി ആയാലും ഞാൻ മലയാളിയാണ്, അതുകൊണ്ട് എല്ലാ മലയാളികളും എന്നെ ഇത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ എന്തുകൊണ്ടാണ് അല്ല അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ എന്താണ്? അല്ല, അത് പറയുന്നതിൽ എനിക്ക് പ്രയാസം. അടുത്ത ചോദ്യത്തിൽ മലയാളിയാണെങ്കിലും യു പിക്കാരനാണെന്നുണ്ടെങ്കിലും അതെങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, സന്തോഷം തന്നെ പറയണു. എന്തുകൊണ്ടാണ് ഞാനൊരു ഉത്തർപ്രദേശുകാരാണെന്ന് പറയാൻ എന്തുകൊണ്ടാണ്? അത് നമുക്ക് പിന്നെ പറയാം. നിങ്ങൾ അടുത്ത ചോദ്യത്തിലേക്ക്. ഇവിടെയാണ് വ്യക്തിഗതരെ നേരത്തെ പറഞ്ഞ സൂപ്പർ സ്റ്റാറുകളെ അവരുടെ ബിസിനസിനെ കുറിച്ച് സംസാരിക്കണം, സിനിമ ബിസിനസിനെ കുറിച്ച് സംസാരിക്കണം, ആരാധകരെ എങ്ങനെ വേണമെങ്കിൽ ഞാൻ പറയുന്നത് അത് ഈ ലോകത്ത് സന്തോഷ് പണ്ഡിറ്റ് മലയാളി ആയാലും ബംഗാളി ആയാലും അത് ഈ ലോകത്ത് ഒരാളെയും ബാധിക്കുന്ന വിഷയമല്ല. അങ്ങനെയുണ്ടല്ലോ. അതുകൊണ്ട് മാത്രം ഒരു ബുദ്ധിമുട്ട്. ഇപ്പം തമിഴ്നാട്ടിലെടുക്കുകയാണെങ്കിൽ അവരുടെ ഇപ്പോൾ രജനീകാന്ത് സാറാണെങ്കിലും MGR ആണെങ്കിലും ഒന്നും അവരുടെ നാട്ടുകാരനായിരുന്നില്ല. അത് അവരെ ബാധിക്കുന്ന വിഷയമല്ല. നിങ്ങൾക്ക് ഇപ്പം നമ്മളിവിടെ തമിഴ് സിനിമകളോ ഹിന്ദിയോ അത് നമ്മളെ മലയാളി ആയിട്ടല്ല. ഞാൻ പറഞ്ഞ് ശ്രദ്ധിക്കണം. ഇപ്പൊ വിജയിന്റെ പടം ഓടുന്ന അയാൾ മലയാളിയാന്ന് തെറ്റിദ്ധരിച്ചിട്ടല്ല. നിങ്ങൾക്ക് അത് എന്റർടൈൻമെന്റ് വാല്യൂ തോന്നുന്നുണ്ട്. അതുകൊണ്ട് അതുകൊണ്ട് അവിടെ കബളിപ്പിച്ചു എന്ന വാക്ക് നിങ്ങളൊന്ന് അല്ല ഈ കാര്യം കബളിപ്പിച്ചു എന്ന് പറഞ്ഞത്. അതായത് നേരത്തെ പറഞ്ഞ ഇത്തരം വന്ന താരങ്ങള് മറ്റ് സംസ്ഥാനങ്ങളിലും ഭാഷകളിലൊക്കെ അഭിനയിക്കുന്നുണ്ട്. പാൻ ഇന്ത്യ ലെവലിൽ പലരും അഭിനയിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചില ഇൻഡസ്ട്രിയിൽ ചേക്കേറിയവരുണ്ട്. പക്ഷെ അവിടെയൊക്കെ അവര് ഞാൻ ഈ നാട്ടുകാരനാണ്, ഞാൻ ഈ നാട്ടിൽ നിന്ന് ഇവിടേക്ക് പറയുന്നു. അപ്പൊ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ പോലെ ഒരു വ്യക്തിയിൽ ഇത്തരം ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. നിലപാട് എന്ന പെർസെപ്ഷനിലാണ് നമ്മൾ ഇവിടെ പറയുന്നത്. അല്ലാണ്ട് എക്സ് എന്ന വ്യക്തി കോഴിക്കോട്ടുകാരനാണോ അല്ലെങ്കിൽ മലപ്പുറമാണോ ഇതൊന്നും അത് അവിടെ നിലപാടായിട്ട് തന്നെ ബന്ധമില്ല. പറഞ്ഞു മനസ്സിലായി. നിലപാടിൽ വെള്ളം ചേർക്കുക എന്നുള്ളത് എന്താണ്? ഒരു ദിവസം ഒന്ന് പറയാ, ഉച്ചയ്ക്ക് വൈകുന്നേരം ഒന്ന് പറയാ. ഇതാണ് നിലപാടിലെ വെള്ളം ചേർക്കുക. അല്ലാണ്ട് ആ വ്യക്തി ഇപ്പൊ ഇന്ന് ഈ ഡ്രസ്സാണോ യൂസ് ചെയ്യുന്നത് മറ്റേ ഇതൊന്നും അത് ജനങ്ങളുമായിട്ട് ജനങ്ങൾക്ക് അതിന് വലിയൊരു ഉത്തരങ്ങൾ കൂടിയും നിലപാടല്ലേ ശരി. അതൊരു സ്റ്റേറ്റ്മെന്റ് പറയാന്നുള്ളത് പറയുന്നത് ചില ചോദ്യങ്ങൾക്ക് കൊടുക്കുന്ന ഉത്തരങ്ങളും ഒരു തരത്തിൽ ആളെടുക്കുന്ന നിലപാടല്ലേ? അതെ. പക്ഷേ എല്ലാ ചോദ്യങ്ങളും ഉത്തരം അർഹിക്കുന്നില്ല. ഇല്ല, അത് ഒരു തരത്തില് ഒഴിഞ്ഞുമാറൽ കൂടിയല്ലേ? ഒരു തരത്തില് അതൊരു ഒഴിഞ്ഞുമാറൽ കൂടിയല്ലേ? അല്ലേ? കാരണം ഉത്തരം ഇല്ലാഞ്ഞിട്ടല്ല, ഉത്തരം ഉണ്ടായിട്ടും
പറയാത്തത് ഒഴിഞ്ഞുമാറലാണ് അല്ലെ? അങ്ങനെ എടുക്കാം. ഞാൻ സന്തോഷം എന്നെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. സ്വകാര്യ ജീവിതം വേണ്ടേ? കല്യാണം സന്തോഷം ഞാൻ വന്നപ്പോ മുഖത്ത് കണ്ടു. ഞാനിപ്പോ സമാധാനമായി ജീവിക്കും. കല്യാണം കഴിച്ച സമാധാനം പോവാന്നില്ലല്ലോ.